മനസ്സറിഞ്ഞ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ. എന്നിട്ടാണോ ഈ ദേശത്തുന്ന ആളുകൾ അനുജന്റെ ഭാര്യയുടെയും മക്കളുടെ നടപടി ദോഷങ്ങളെ കുറിച്ച് പറയാൻ എന്റെ അടുത്തേക്ക് അവിടെ എത്തിയത്? അകലെ ചെന്ന് പാർത്താനും നാണം കിടത്തുകയെന്ന് വെച്ചാൽ സന്ധ്യയാവുമ്പോ കാറുകൾ എത്തണു, പെൺകിടാങ്ങളെയും കൂട്ടി പോണു, പുലരുമ്പോ തിരിച്ചു കൊണ്ടുവിട്ടണു. എന്തൊക്കെയാ ആളുകൾ പറയണത്? നാണക്കേട്. തീയില്ലാതെ പുകയുണ്ടാവോ? അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടുത്തെ അടുപ്പിൽ തീ പുകയുന്നുണ്ടെന്ന് ഒരു പ്രാവശ്യങ്ങൾ അന്വേഷിച്ച് വന്നിട്ട് നാട്ടുകാരുടെ തേടി പോയയുടെയും കാര്യം പറഞ്ഞാൽ നന്നായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോട്ട് വലിയ നിന്റെയൊക്കെ തോന്നിയാസം പോലെ ജീവിക്കാൻ ഇവിടെ പറ്റില്ല. ഈ വീടും പോരോടും എനിക്ക് തീരെ എഴുത്തന്നിട്ടെ എവിടെയാച്ചാ പോയിക്കോ, എങ്ങനെയാച്ചാ ജീവിച്ചോ. ഓ, ഇനി ഇതിന്റെ പേര് ഞങ്ങളെ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ട് വേണമായിരിക്കും ഈ സ്ഥലം കൂടി തട്ടിയെടുക്കാൻ. വല്യച്ഛന്റെ ബുദ്ധി ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതണ്ട. മിണ്ടി പോവരുത്. മടവനടുത്ത് രണ്ടിനും വെട്ടിക്കണ്ടിച്ചിട്ട് പോവാ വേണ്ടത്. വെട്ടിക്കണ്ടിക്ക് അങ്ങ് വാ, നിന്ന് തരാം. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ശ്രീകരൻ സാരയില്ല മോളെ, ഒക്കെ സഹിച്ചല്ലേ പറ്റൂ. വല്യച്ഛന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. വല്യച്ഛൻ അത്ര വല്യച്ഛൻ ദുഷ്ടനാ. പോട്ടെ മോളെ, നീ പോയി കൈയും മുഖം കഴുകി വിളക്ക് വെക്ക്. എന്തിനാ വിളക്ക് വെക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒന്നിനൊന്നും ദോഷമല്ലാതെ എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ ഈ വീട്ടില്? എനിക്ക് വയ്യ. നിഷേധി, ദൈവദോഷം പറയുന്നു. ഇങ്ങനെയും കഴിയണത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം. ഇച്ഛ തെറ്റിയാൽ ഈശ്വരൻ നിന്ന പാടില്ല മോളെ. ഒരു വഴി അടഞ്ഞ മറ്റൊരു വഴി തുറന്നു കിട്ടും. അല്ല, അമ്മയും മോളും കൂടി എന്ത് വർത്താനം പറഞ്ഞിക്ക? എനിക്കിങ്ങോട്ട് വരോ? ഉണ്ണിമായ നാട്ടുകാരെന്തൊക്കെയോ പറയണ കേട്ട് ആ മാഷ് ട്രൂപ്പിന്ന് പറഞ്ഞു വിട്ട്. ആ, അത് ഞാനും അറിഞ്ഞ്. മുല്ലാക പറഞ്ഞിട്ടാ ഞാൻ വന്നേ. എന്താ അമ്മനമ്മ? ഞമ്മളെ കല്യാണി കുട്ടിയമ്മ നടത്തുന്ന ആ നൃത്ത സ്കൂളുണ്ടല്ലോ, അതിലേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ വേണമെന്ന്. ഉണ്ണിമായന്റെ കാര്യം മുല്ലാക്ക പറഞ്ഞിക്കണേ. നിങ്ങൾ ഇഷ്ടം അറിയാൻ വിട്ടതാണ് ഇപ്പൊ എന്നെ. ഇനിയിപ്പൊ എങ്ങും പോകുന്നില്ലമ്മ. ഇതിനൊക്കെ നടന്ന എവിടെ പോയാലും ചീത്തപ്പേര്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ആലോചന ഒത്തുവന്ന ഇവളെ കല്യാണം കഴിച്ചയക്കാന്ന് ആലോചിക്കുക. ആ, അതാ നല്ലത്. ഞാനും അതന്നെയാ വിചാരിച്ചത്. പൊന്നും പണവും ഒന്നും വാങ്ങാതെ കെട്ടാൻ ആരെങ്കിലും വരുവോ ആവോ? പൊന്നും പണവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നല്ല തറവാട്ടിൽ പിറന്ന ഐശ്വര്യമുള്ള പെൺകുട്ടി ആയിരിക്കണമെന്നേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. മേലേടത്ത് മാധവൻ നായരുടെ മോളാന്നറിഞ്ഞേ പിന്നെ ഞങ്ങൾക്കിനി ഒന്നും അന്വേഷിക്കാനില്ല. ഇനി ദിവസം അങ്ങ് നിശ്ചയിച്ചാ മതി. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം നോക്കി ഗോവിന്ദിന്റെ അടുത്ത് കൊടുത്തു വിടാം. എന്താ? അങ്ങനെ ആവട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. എന്റെ മോനെ, പടച്ചോന്റെ കൃപയോണ്ട് ആ ഉണ്ണിമോള് രക്ഷപ്പെട്ടു. വന്ന കൂട്ടർ എന്തുകൊണ്ടും നല്ലവരാ. ആ കുട്ടിക്ക് നല്ലതേ വരുമ്മ. ആശാൻ എല്ലാരും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. അല്ല മോനെ, ഉണ്ണിമായന്റെ കല്യാണത്തിന് ഞമ്മക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ ഉമ്മ? നമ്മളല്ലാതെ പിന്നെ അവർക്ക് ആരാ ഉള്ളത്? അമ്മേ, അയാൾ വന്നിരിക്കുന്നു. അന്ന് എന്നെ കാറിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയെന്ന് പറഞ്ഞില്ലേ, അയാള് രാമനാഥൻ. അയാളുടെ കാറാണെന്ന് തോന്നുന്നു. ആപത്തിൽ നിന്നെ രക്ഷിച്ച ആളാന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ശരിയാ. അന്ന് കാറിൽ ഇവിടെ കൊണ്ട് ഇറക്കിയതിന്റെ പേരിൽ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയതെന്ന് ഇത്ര വേഗം മറന്നു അമ്മ? വിളിച്ചിരുത്തി വർത്തമാനം പറഞ്ഞ ആ ലോഹിത്തി വീണ്ടും വരും. പിന്നെ ഈ ദേശത്ത് ജീവിക്കണ്ട. ഞാൻ രാമനാഥ്, കണ്ണോത്ത് രാമനാഥൻ. എന്താ വിളിക്കണ്ടെന്നറിയില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛനോടൊത്ത്. കണ്ണോത്ത് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്ന് കേട്ടിട്ടുണ്ടാവും. കവിയും വാഗ്മിയും പണ്ഡിതനും ഒക്കെ ആയിരുന്നു. അച്ഛനാണ്. പാഴ്ജന്മങ്ങളായ 3 മക്കൾക്ക് അഭിമാനിക്കാൻ പോകുന്ന പേരായിരുന്നു അത്. 3-ൽ ഇളയവനാണ് ഞാൻ. അയ്യോ, മനസ്സിലായില്ലായിരുന്നു. ഇങ്ങോട്ടിരുന്നാട്ടെ. മാധവേട്ടൻ മരിച്ചപ്പോ വരാൻ കഴിഞ്ഞില്ല. ഞാൻ മദ്രാശിയിലായിരുന്നു. അച്ഛന് മാധവേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. ഇല്ലത്ത് എല്ലാ വർഷവും അച്ഛൻ്റെ പിറന്നാളിന് മാധവേട്ടൻ്റെ കഥകളി ഉണ്ടാവുമായിരുന്നു. അച്ഛൻ്റെ മടിയിലിരുന്ന ഞാൻ ആദ്യമായിട്ട് മാധവേട്ടൻ്റെ കഥകളി കാണുന്നത്. കുടിക്കാൻ എന്താണാവോ എടുക്കേണ്ടത്? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. ആദ്യമായിട്ട് വരികയല്ലേ, ഇത്തിരി സംഭാരാവാ. അല്ല, വേണ്ടാഞ്ഞിട്ടാ. ഇവിടുത്തെ കുട്ടിയെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. അവളിവിടെ ഇല്ല, വെള്ളിച്ചന്റെ വീട്ടിൽ പോയിരിക്കുക. അതെയോ? ഒരു പ്രത്യേക സാഹചര്യത്തിലാ ഞാൻ ഉണ്ണിമായെ പരിചയപ്പെടാനിടയായത്. ഞാൻ കാരണം ആ കുട്ടിക്ക് ഒത്തിരി ചീത്തപ്പേരുണ്ടായിന്ന് കേട്ടു. എന്ത് പ്രായശ്ചിത്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി.
ഞാൻ നിമിത്തം മാധവേട്ടന്റെ മോൾക്കൊരു ദുഷ്പേരുണ്ടായാൽ മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ കുടുംബത്തിലേക്ക് കൂടെ കൂടെ വരുന്നത് ശരിയല്ലെന്നറിയാം. എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ ഒരാളെ അയക്കേ വേണ്ടു. ഒരു മോനെ പോലെ കരുതിയാ മതി. മോള് വരുമ്പോ പറയുക ഞാൻ വന്നിരുന്നു. എന്നാ വരട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കരുത്. ഹലോ, ഞങ്ങളും ഒരു ബാലേ ട്രൂപ്പ് തുടങ്ങുന്നുണ്ടേ. ഒന്ന് ബുക്ക് ചെയ്യണമായിരുന്നു. എത്രയാണാവോ റേറ്റ്? ചേച്ചിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അനിയത്തി ആയാലും മതി. ചേച്ചിക്ക് ഭയങ്കര തിരക്കല്ലേ. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടല്ലോ, അവരെ കൊണ്ട് കളിപ്പിക്ക് നിന്റെ ബാലയില്. പീഡികത്തിനെയും വഴിവൊക്കെ നിരങ്ങി നടക്കണ നിന്റെയൊക്കെ പെങ്ങന്മാരാ ഗതിയില്ലാണ്ട് വല്ലവന്റെ കൂടെ ഒളിച്ചോടുന്നതും വേണ്ടതിന് ചെയ്യണതും. ഇനി വല്ല അനാവശ്യം പറഞ്ഞാല് അടിച്ച് നിന്റെ കണപ്പല് തെറിപ്പിക്കും, പറഞ്ഞേക്കാം. ഇവിടെ ആരുമില്ലേ? എന്തായി? മുഹൂർത്തം കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? മുഹൂർത്തം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എന്താ എന്താ ഉണ്ടായി? ഇനി എന്തുണ്ടാവാൻ? കണ്ണോത്ത് രാമനാഥന്റെ ബംഗ്ലാവിലെ അന്തി ഉറങ്ങിയ പെണ്ണിനെ ഇനി അവർക്ക് വേണ്ടാന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് എന്തിനാ ഈശ്വരനെ വിളിക്കുന്നത്? അങ്ങേരെ അവിടെ വെറുതെ ഇരുന്നോട്ടെ. അവരെന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. എവിടെ പരിപാടിക്ക് പോയാലും അയാളുടെ ഗുണ്ടകൾ വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ബാഹുലയൻ ഇറങ്ങി ഓടിയപ്പോ സ്റ്റേജിൽ തട്ടി വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെയായാൽ ഞങ്ങൾക്ക് ഇനി പ്രോഗ്രാമിന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന വലുത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, അതറിയാം. എല്ലാറ്റിനും പിന്നിൽ അയാളാ. ആര്? കണ്ണോത്ത് വിഷ്ണുനാരായണൻ നമ്പൂരുടെ ഇളയ സന്തതി ആ രാമനാഥൻ. കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് അയാളോടൊന്ന് പറയണം. പകരം കുട്ടിയെ ഞാൻ ട്രൂപ്പിൽ തിരിച്ചെടുത്തോളാം. ആരുടെയും ഭീഷണിക്ക് വഴങ്ങി മാഷ് എന്നെ ട്രൂപ്പിൽ തിരിച്ചെടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ രാമനാഥൻ എന്ന വ്യക്തിയുമായി എനിക്ക് യാതൊരു ബന്ധമോ അടുപ്പമോ ഇല്ല. അത് പറയരുത്. അദ്ദേഹം കൂടെ കൂടെ ഇവിടെ വരാറുണ്ടെന്നാണല്ലോ കേട്ടത്. കേട്ടതൊക്കെ കണ്ണു അടിച്ച് വിശ്വസിക്കുന്നതാ മാഷിന്റെ കുഴപ്പം. ആകെ 2 തവണ അയാൾ ഇവിടെ വന്നിരുന്നു. മാസ്റ്റർ ട്രൂപ്പിലെ നായകൻ ഉദയൻ എന്നെ ബാലയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോയതിന്റെ അടുത്ത ദിവസം എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ. അന്ന് എന്താ നടന്നെന്ന് അറിയാനുള്ള ക്ഷമയും സാവകാശം പോലും മാഷിനുണ്ടായില്ലല്ലോ. കുട്ടി എന്നോട് ക്ഷമിക്കണം. എല്ലാം ഞാൻ മനസ്സിലാക്കിയപ്പോ വൈകിപ്പോയി. മൊല്ലാക്ക വന്ന് ഉദയന് ശരിക്കും പെരുമാറി. മാത്രമല്ല അവൻ ഒടുവിൽ എന്നോട് തെറ്റേറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്തു. കുട്ടിക്ക് ഇനി അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. കുട്ടി നാളെ തന്നെ ട്രൂപ്പിൽ ചേർന്നോളൂ. വേണ്ട, മാഷിന്റെ ഔദാര്യത്തിന് നന്ദി. ഇനി ഞാൻ ഒരിടത്തേക്കും ഇല്ല. രാമനാഥൻ എന്ന ആളോട് മാഷ ഉപദ്രവിക്കരുതെന്ന് പറയല്ലേ വേണ്ടു. ആവാം. പകരം മാഷിന്റെ ട്രൂപ്പിൽ എടുക്കൊന്നും വേണ്ട. വളരെ ഉപകാരം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പെങ്ങളെ, പെങ്ങളെ. എന്താ കിട്ടുണി ഇവിടെ? അതെ, മോള് കിട്ടുണി മാമ അറിയോ? എവിടെന്നറിയാൻ? കുഞ്ഞുനാളിലെ കണ്ടതല്ലേ. ഞാൻ നിന്റെ അമ്മയുടെ ബന്ധത്തിൽ ഒരു കൊച്ചു സഹോദരനാ. വീട്ടിൽ ചെന്നപ്പോ പെങ്ങൾ ഇങ്ങോട്ട് പോന്നു അറിഞ്ഞു. എന്നാ പിന്നെ ഇവിടെ വെച്ചായാലോ എന്ന് കരുതി. ഒരു കാര്യം വെച്ച് താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശുഭസ്യേ ശീഘ്രം എന്നാണല്ലോ. ശുഭകാര്യങ്ങൾ അധികം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഒരു മംഗളകാര്യം ക്ഷേത്രനടയിൽ വെച്ച് പറയുന്നതിന്റെ ഐശ്വര്യമാണല്ലോ. കിട്ടുണി പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഉണ്ണിമായക്കൊരു കല്യാണാലോചനയുമായി വന്നതാണ്. 1-2 കല്യാണാലോചനകൾ വന്ന് നടന്നില്ല എന്ന് കരുതി വിഷമിക്കാനൊന്നുമില്ല. അതൊക്കെ അങ്ങനെ കിടക്കും. യോഗം ഒത്തുവരുമ്പോ എല്ലാം നടക്കും. ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള ചുറ്റുപാടിലല്ല ഞങ്ങളുടെ സ്ഥിതിയെന്ന് കിട്ടുണിക്ക് അറിഞ്ഞൂടെ? ഇപ്പോഴത്തെ കാലത്ത് വലിയ സ്ത്രീധനമൊക്കെ ചോദിക്കില്ലേ? അതൊന്നും ഓർത്തിന്റെ പെങ്ങള് വിഷമിക്കണ്ട. ചെക്കനൊന്നും ചോദിക്കണ്ടാച്ചാലോ. അപ്പോ പ്രായം ചെന്ന ആളാവും അല്ലേ? പ്രായം കഴിഞ്ഞിട്ടുണ്ട്. 30 വയസ്സ്. എന്താ കുറവാണോ? എന്റെ പെങ്ങളെ, നമ്മുടെ കുട്ടിക്ക് പറ്റാത്ത കാര്യം കൊണ്ട് ഈ കിട്ടുണി പെങ്ങളുടെ അടുത്ത് വരുമോ? സത്യം പറയാലോ, ഉണ്ണിമായക്ക് പ്രായം കൊണ്ടും രൂപം കൊണ്ടും ചേർന്ന ചെറുക്കൻ. വാസ്തവാ, ഇതാണ് കുട്ടി. എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങനെ ആവാം. അവസാനം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, ചോദിക്കാൻ പറ്റിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റണ്ട. എന്താ പറ്റിയത്? കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവണത് എന്റെ ഭാര്യയുടെ മുൻവരിയിലെ 4 പല്ലില്ലാന്ന്. പേര് ഉണ്ണിമായെന്നല്ലേ?
പ്രീ ഡിഗ്രി വരെ പഠിച്ചു അല്ലേ? കേട്ടോ വാസുദേവ, അച്ഛൻ പ്രഗത്ഭനായ ഒരു കലാകാരനായിരുന്നല്ലോ. ആ അച്ഛന്റെ അതേ പാരമ്പര്യം അമ്മോളുടെ. നൃത്തവും പാട്ടും എല്ലാം ബഹു കേമം. കലാതിലകം വരെ ആയ കുട്ടിയാ. ആ ഉണ്ണിമായിക്ക് വാസുദേവനോട് തനിച്ച് എന്തെങ്കിലും മിണ്ടാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഒന്നുമില്ല. ഇവിടെ വെച്ച് ചോദിക്കാൻ അത് കൊള്ളാമല്ലോ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഏത് പേസ്റ്റ് കൊണ്ടാ പല്ല് തേക്കുന്നത്, ഏത് സോപ്പിട്ടാ കുളിക്കുന്നത്, മദ്യപിക്കുമോ കഞ്ചാവ് വലിക്കുമോ, സാധാരണ ഇതൊക്കെയാ ചോദിക്കാറുള്ളത്. ഇങ്ങനെ ഒന്നും ചോദിക്കാനില്ലേ? എന്നെ പറ്റി ഞാൻ പറയാം. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവക്കാരനാ ഞാൻ. എനിക്കൊരു ചേട്ടനും അനിയത്തിയുവാ. ചേട്ടൻ സ്കൂൾ മാസ്റ്റർ. പെങ്ങളുടെയും ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞു. പിന്നെ അമ്മ. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. കളക്ടറേറ്റിലാണ് എനിക്ക് ജോലി. ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് കരുതിയാ ഇത്രയും വൈകിയത്. ഉണ്ണിമായെ കണ്ടപ്പോ ഇനി അധികം താമസിപ്പിക്കണ്ടെന്ന് തോന്നുന്നു. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വിവരം കിട്ടുണ്ണിയോട് പറഞ്ഞാ മതി. പെങ്ങളൊന്നും അങ്ങോട്ട് വരിക വരിക. പെങ്ങൾ അവിടെ ഇരിക്കുക. ഒരുപാട് പെൺകിടാങ്ങളെ പോയി കണ്ട ആളാ വാസുദേവൻ. ഒന്നിനെ അയാൾക്ക് പിടിച്ചില്ല. സൗന്ദര്യബോധം ലേശം കൂടുതലുള്ള കൂട്ടത്തിലാണേ. ഏതായാലും നമ്മുടെ ഉണ്ണിമോളെ കക്ഷിക്ക് ശരിക്കും പിടിച്ചിരിക്കുന്നു. സ്വത്തും പണമൊന്നും അല്ല വാസുദേവൻ ആവശ്യം. കാണാൻ ചേരുള്ള തറവുകാട്ടുകാരി പെൺകുട്ടി ആയിരിക്കണമെന്നുള്ളൂ. അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എങ്ങനെ? സ്ത്രീധനവും കല്യാണ ചെലവും ഒക്കെ. പെങ്ങള് വിഷമിക്കണ്ട. ശ്രീധരമായിട്ട് തൽക്കാലം ഒന്നും വേണ്ട. പിന്നെ ഭാഗം വെക്കുമ്പോ മോളുടെ ഷെയറും കൊടുത്താൽ മതി. അവരൊന്നും ചോദിച്ചില്ലേലും നമ്മൾ ഇത്തിരി പൊന്നും പൊടിയൊക്കെ ഇട്ടയക്കണ്ടേ? അതും ഞാൻ ആലോചിച്ചു പെങ്ങളെ. എന്റെ മോൾക്ക് ഇപ്പോ 10 വയസ്സല്ലേ ആവുള്ളൂ. അവളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇനി 8-10 കൊല്ലെങ്കിലും വേണം. അവളുടെ അമ്മ മരിക്കുമ്പോ ഉണ്ടായിരുന്ന 10-20 പവന്റെ ആഭരണം അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ തരാം. എന്റെ മോളുടെ കല്യാണം ആവുമ്പോ അതിന് തിരിച്ചു തന്നാ മതി. ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയുന്ന കിട്ടുണ്ണി? ഇങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്തില്ലെങ്കിൽ ഈ സ്വന്തവും ബന്ധം എന്നൊക്കെ പറയുന്നതിൽ എന്താ പെങ്ങളെ അർത്ഥം? ആ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇരട്ടിക്കത്തൊന്നുമില്ലല്ലോ. ഉണ്ണിമായ ഇപ്പോ മന്ദം മന്ദം അടിവെച്ച് എന്റെ സവിധത്തിലണയും. നമ്രശിരസ്കയായി പ്രീളാമുഖിയായി എന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കേണ്ടത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇതിനു മുമ്പ് വല്ല മുൻപരിചയം ഉണ്ടോ എന്നൊരു തമാശ പൊട്ടിച്ചാലോ? അയ്യോ വേണ്ട, അതൊക്കെ ചീപ്പ്. അതിന്റെ കോമഡി മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് ആകെ കുളമായത് തന്നെ. വേണ്ട വേണ്ട വേണ്ട. അരയിളകി തേക്കടി പെണ്ണെ, ആ തിളങ്ങും വണ്ണം തേക്കടി പെണ്ണെ മോളെ. എന്താ വാസന്തി, നീ വാർപ്പ് ഇതുവരെ തേച്ച് കഴിയില്ലേ? ഒന്ന് ഇളകി ഇരുന്ന് തേച്ച് കഴിക്കള എന്റെ വാസന്തി. അരയിളകി തേക്കടി പെണ്ണെ, തിളങ്ങും വണ്ണം തേക്കടി പെണ്ണെ. ദാസേട്ടൻ എന്താ ഇവിടെ കാര്യം? എവള് വരെ ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന്. നാണോ ഇല്ലേ ഈ അടുക്കളക്കാരിയുടെ മുമ്പിൽ ആടി പാടിക്കൊണ്ട് നിൽക്കാൻ? എടീ, ഞാൻ സുപ്രസിദ്ധ കാഥികൻ ദാസ്ജി നായരാണ്. അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ മുമ്പിൽ മാത്രമല്ല അകത്തമ്മമാരുടെ മുമ്പിൽ വരെ ഞാൻ കഥ പറയും. അതാണ് ഒരു യഥാർത്ഥ കാഥികന്റെ ലക്ഷണം. അയ്യോ, വിളിച്ചോണ്ട് പോകണ്ടോ? ഇല്ലെങ്കിൽ ഞരമ്പരോഗം മാറ്റാൻ ഞങ്ങളുടെ മരുന്നുണ്ട്. മരുന്നോ? നല്ല മരുന്ന്. മരുന്ന് പൊടി മരുന്ന്. മുടിഞ്ഞ കഥാപ്രസംഗം. വാ, വന്ന് വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വന്നേ ഇങ്ങോട്ട്. മനുഷ്യന്